വലിയ പ്രതിസന്ധിയിലാണ്. സ്വർണ്ണവില കൂടുന്ന സമയത്ത് സ്വർണ്ണ ശേഖരമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സന്തോഷമാണെങ്കിലും നമ്മുടെ നാട് പൊതുവെ സ്വർണം ആഭരണമായിട്ട് വാങ്ങുന്നതും ഒരു നിക്ഷേപം എന്ന് കണക്കാക്കുന്നതാണ്. പക്ഷെ ഇത്രയും ഉയർന്ന ചാർജിൽ അത് വാങ്ങാനായിട്ട് ആളുകൾക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവരുടെ ആവശ്യത്തിന് സ്വർണം വാങ്ങാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട്, അതുപോലെ കല്യാണ സീസണൊക്കെയാണ്. അപ്പൊ അവരുദ്ദേശിക്കുന്ന സ്വർണം വാങ്ങാനായിട്ട് കഴിയുന്നില്ല. അതുമൂലം ജ്വല്ലറികളിൽ വലിയ തോതിലുള്ള കച്ചവടക്കുറവാണ് ഉള്ളത്. വ്യാപാരം എന്ന് പറയുമ്പോൾ സ്വർണം വിറ്റ് അതിന്റെ കൂലിയാണ് അവർക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. സ്വർണ്ണവില എപ്പോഴും സ്വർണ്ണവില തന്നെയാണ്. അതില് വ്യാപാരികൾക്ക് ലാഭമില്ല. എത്ര ഉയർന്നാലും വ്യാപാരികൾക്ക് ലാഭമില്ല. അവിടെ വിൽപ്പന നടന്നാലെങ്കിൽ മാത്രമാണ് അതിന്റെ നിർമ്മാതാക്കൾക്കും അതുപോലെ തന്നെ ജ്വല്ലറിക്കാർക്കും അതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 76,000 ഒക്കെ ആയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പണിക്കൂലി അടക്കം കഴിഞ്ഞിട്ട് ഒരു സ്വർണ്ണം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. ഈ വിവാഹ സീസണൊക്കെ ആയിരിക്കുകയാണ്. നമുക്കറിയാം ചിങ്ങമാസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ആളുകൾക്ക് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടും, പ്രത്യേകിച്ച് ചിങ്ങത്തിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടമൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു സീസണായിട്ടും ആ പ്രതീക്ഷിച്ച അത്രയും ഇല്ല. വളരെയധികം കുറവാണ്. ഇപ്പൊ ഈ സ്വർണ്ണവില ഉയർന്നു തുടങ്ങിയപ്പോ മുതൽ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് തന്നെ ജ്വല്ലറികളുടെ കച്ചവടം പകുതിയിൽ താഴെ പോയി. ഇപ്പൊ അത് കാൽഭാഗമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കച്ചവടം മൊത്തം. അപ്പൊ ആളുകൾക്ക് ആദ്യം അവര് എത്ര മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അതിന് 4/1 പോലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കച്ചവടം കുറഞ്ഞിരിക്കുന്നത്. ജ്വല്ലറികളൊക്കെ പ്രതിസന്ധിയിലാണ് സത്യത്തില്. ശ്രീ സാബു, ഈ ഡയമണ്ടിന്റെ വില അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എങ്ങനെയാണ് സെയിൽ നടക്കുന്നത്? ഇപ്പോൾ ഡയമണ്ടിന്റെ ആഭരണങ്ങൾക്കുള്ള ഒരു പ്രത്യേകത, അത് 18 ക്യാരറ്റിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ 22 ക്യാരറ്റ്, അതായത് 916 ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് അതിന്റെ വിലയും ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും അത് പിന്നെ സ്വർണത്തിന്റെ അളവ് ഡയമണ്ട് ആഭരണങ്ങളിൽ കുറവായിരിക്കും. 18 ക്യാരറ്റേ ഉള്ളൂ. പിന്നെ ഡയമണ്ടിന്റെ വില ഒരു നിശ്ചിതമായിട്ട് കൃത്യമായിട്ട് തന്നെ തുടരുന്നതാണ്. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് വിപണിയിൽ ഇപ്പൊ കുറച്ച് ഡിമാൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അസോസിയേഷനൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചർച്ചയൊക്കെ നടക്കുന്നത്? ഈ ഒരു വില വർധനയും മറ്റും നടക്കുകയാണ്. നമുക്കറിയാം, ഒരു കട നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജ്വല്ലറി ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആളുകൾക്കുള്ള മാനുഫാക്ചേഴ്സ് ആണ്. ഞങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ജ്വല്ലറികളിലേക്ക് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ തുടർന്ന് വരുന്ന ഒരു ജോലി, അതായത് ഇപ്പൊ ഒരു നെക്ലസ് പണിയുന്ന ആളുകൾ, വളകൾ പണിയുന്ന ആളുകൾ, അവർക്ക് അത് തന്നെ ചെയ്യാനാണ് സാധിക്കുകയുള്ളൂ. അപ്പൊ ഡയമണ്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കോ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും. വളരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ ആഭരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് മാനുഫാക്ചേഴ്സ് മാറിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇപ്പൊ ജ്വല്ലറികളിൽ കച്ചവടം നടക്കുന്നത്. തൂക്കം കൂടിയ ആഭരണങ്ങളുടെ വിപണനം വളരെ മോശമാണ്. ഈ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് ഒക്കെ തന്നെ ഇങ്ങനെ മാറുകയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർ അത്രത്തോളം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ ഒരു എന്താണ് നിർബന്ധിതമായിട്ട് തന്നെ മാറുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത്, അല്ലേ? വിട്ടുപോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ലാഭകരമല്ല, അതുകൊണ്ട് ഇത് നിർത്തിവെക്കാം എന്നുള്ള ആലോചനകൾ പോലും പല കേന്ദ്രങ്ങളിൽ നിന്നും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ ഈ വൈറ്റ് ഗോൾഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം തന്നെയാണ്. അത് 75, അതായത് 18 ക്യാരറ്റില് അതില് അലോയി ചേർത്തിയിട്ടാണ് അത് വൈറ്റ് ഗോൾഡ് ആക്കുന്നത്. അതിന്റെ കളറ് മാത്രം മാറുന്നുള്ളൂ. 18 ക്യാരറ്റ് ആഭരണം തന്നെയായിരിക്കും അത്. ശരി, റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചേർത്തുന്ന അലോയിയുടെ വ്യത്യാസം കൊണ്ട്. അപ്പോ 22 ക്യാരറ്റിൽ നമുക്ക് വൈറ്റ് ഗോൾഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ തങ്കത്തിൽ നേരിട്ട് അലോയ് ചേർത്തുന്ന സമയത്ത് 18 ക്യാരറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ കളറ് പലതരത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും എന്നൊക്കെ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.